പ്രണവം പ്രേക്ഷകർക്ക് എല്ലാവർക്കും എൻ്റെ നമസ്കാരം. ഞാൻ ഒമാനിലാണ് താമസം. ഞാനിപ്പോൾ വോയിസ് ഇടുന്നത് സാറിൻ്റെ വ്യാഴമാറ്റം എൻ്റെ അനുഭവത്തിൽ വന്നത് പറയാനാണ്. സാറ് ആദ്യം വ്യാഴമാറ്റം പ്രവചിച്ചപ്പോൾ പറഞ്ഞിരുന്നു എൻ്റെ ചതയൻ നക്ഷത്രമാണ്, കർമ്മമണ്ഡലം തെളിയുന്നതായിട്ടാണ് സാറ് പറഞ്ഞത്. അപ്പം ഞാൻ കാര്യമായി ജോലി അന്വേഷിക്കുന്നുണ്ടായിരുന്നില്ല. ഇപ്പോഴത്തെ സിറ്റുവേഷനിൽ എല്ലാവർക്കും ജോലി പോകുന്നിടത്ത് ഞാൻ ജോലി അന്വേഷിക്കണ്ട എന്നുള്ള രീതിയിൽ ഇരിക്കുകയായിരുന്നു. എന്നാലും സാർ ഇത് പറഞ്ഞപ്പം ഞാൻ എനിക്ക് ജോലി കിട്ടാൻ സാധ്യതയുള്ള എനിക്ക് പരിചയമുള്ള 1-2 ആളോട് പറഞ്ഞു വെച്ചു, വേക്കൻസി വരുവാണെങ്കിൽ അറിയിക്കണം എന്ന് പറഞ്ഞിട്ട്. അപ്പം വ്യാഴം മാറി, 20-ന് വ്യാഴം മാറി 26-ാം തീയതി ഞാൻ പറഞ്ഞ ഒരാൾ എന്നെ തിരിച്ച് വിളിച്ചിട്ട് പറഞ്ഞ ജോലി ഒരു വേക്കൻസി ഉണ്ട്, ഒന്ന് ഇൻ്റർവ്യൂവിന് വന്ന് നോക്കുമെന്ന് പറഞ്ഞു. അപ്പം ഞാൻ പോയി, ഇൻ്റർവ്യൂവിന് സെലക്റ്റഡ് ആയി, ജോലി കിട്ടി. അപ്പം ഞാനത് എന്ന് വെച്ചാൽ ഞാനത് അത്രയും പ്രതീക്ഷിച്ച്, സാർ അത് നേരത്തെ പറഞ്ഞുകൊണ്ട് എനിക്കതിന് ശ്രമിക്കാനും എനിക്കത് കിട്ടാനും സാധിച്ചു. അത് എനിക്ക് ഈ ഒരു സമയം ആ ഒരു ജോലി എന്ന് പറഞ്ഞാൽ അത്രയും നല്ല ഒരു ദൈവം തന്ന ഒരു അനുഗ്രഹം തന്നെയായിരുന്നു. കാലാവസ്ഥ മാറ്റമാണെങ്കിലും നല്ല ഒരു അനുഗ്രഹമായിട്ട് തന്നെ ഞാൻ അതിനെ കണക്കാക്കുന്നു. അപ്പം സാറിൻ്റെ ബാക്കി എല്ലാവരും വ്യാഴമാറ്റം ഞാൻ എന്താ പറഞ്ഞതെന്ന് എനിക്കറിയില്ല. എന്ന് വെച്ചാൽ ഞാൻ ഒരാളെയും കാണില്ല, ഒരു കുപ്പേൻ്റെ അടുത്തും പോയിട്ട് എനിക്ക് ഒരു എക്സ്പീരിയൻസും ഇല്ല. ഞാൻ എന്തോ ഒരിക്കൽ യൂട്യൂബിൽ എന്തോ വ്രതം എടുക്കുന്നതിനെ പറ്റിയിട്ട് സെർച്ച് ചെയ്തപ്പോഴാണ് സാറിൻ്റെത് വീഡിയോ ഫസ്റ്റ് ഞാൻ കാണുന്നത്. അപ്പം പീരീഡായ സ്ത്രീകൾ അമ്പലത്തിൽ കയറാമോ എന്നുള്ള ഒരു പീരീഡായ സ്ത്രീകളുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു വീഡിയോ, പിന്നെ പേഴ്സിൻ്റെ നിറത്തിൽ എന്തെങ്കിലും കാര്യമുണ്ടോ, അങ്ങനെയുള്ള 2 വീഡിയോസാണ് ഞാൻ ഫസ്റ്റായിട്ട് കണ്ടത്. അപ്പം കാണുമ്പം തന്നെ നമുക്കറിയാം നമ്മൾ എന്താണോ ആ കണ്ടന്റ് അതായിരിക്കും തംബ്നെയിൽ ഉണ്ടാവുക. ആ തംബ്നെയിലിൻ്റെ കാര്യം കൃത്യമായിട്ട് വീഡിയോയിൽ ഉണ്ടാവും. അതായത് ബാക്കിയുള്ള ആള് അവരെ ചാനലിൻ്റെ ഇൻട്രൊഡക്ഷൻ തന്നെ പറയുമ്പോഴത്തേക്ക് സാറ് ആ കണ്ടന്റ് മുഴുവൻ പറഞ്ഞു തീർക്കും. അതാണ് ഒരു അങ്ങോട്ടും ഇങ്ങോട്ടും ഇല്ലാണ്ട് ആ ടോപ്പിക്ക് മാത്രം പറയാൻ തുടങ്ങിയാൽ ആ പറഞ്ഞിട്ടേ നിർത്തുള്ളൂ. അതിൻ്റെ ഇടയിലാണെങ്കിലും ആവശ്യമുള്ള കാര്യങ്ങൾ എത്രയോ നല്ല നല്ല അറിവുകൾ ഇപ്പം കിട്ടിക്കഴിഞ്ഞു. അതുകൊണ്ട് ഈ ഒരു സാറിൻ്റെ ചാനൽ കാണാൻ തുടങ്ങിയതിന് ശേഷം എനിക്ക് ഒരു ചാനലും റെഫർ ചെയ്യാൻ ഒരു നോട്ടിഫിക്കേഷൻ എനിക്ക് വരുത്തുമില്ല, ഞാൻ സബ്സ്ക്രൈബ് ചെയ്തിട്ടുമില്ല. എനിക്ക് ഇനി അത് അറിയും വേണ്ട. എന്ന് വെച്ചാൽ ഞാൻ എൻ്റെ അനുഭവത്തിൽ ഇങ്ങനെ യൂട്യൂബിൽ കാണുന്ന ഓരോന്നും പരീക്ഷിച്ച് നോക്കിയിട്ടാണല്ലോ നമ്മൾ അത് വിശ്വസിക്കുന്നത്. അതുപോലെ ഞാനും സാറിൻ്റെ വീഡിയോസും കണ്ട് പരീക്ഷിച്ച് നോക്കിയിട്ട് തന്നെയാണ് സാറിനെ വിശ്വസിച്ചതും. അത് അദ്ദേഹം അതന്നെയാണ് പറയുന്നത്, നിങ്ങൾ ചെയ്ത് നോക്കിയിട്ട് വിശ്വാസം വരുവാണെങ്കിൽ മാത്രം ഫോളോ ചെയ്താൽ മതി. അതുപോലെ അദ്ദേഹം ഒരിക്കലും അദ്ദേഹത്തിനടുത്ത് പോകാൻ പറയുന്നില്ല. നല്ലൊരു ജ്യോത്സ്യനെ കണ്ട് നിങ്ങൾ ജീവിതം തിരികെ പിടിക്കുമെന്ന് മാത്രമേ പറയുന്നുള്ളൂ. അപ്പം നല്ലൊരു ജ്യോത്സ്യൻ എന്ന് പറയുന്നത് അത് ട്രയൽ ആൻഡ് എററിലൂടെ കണ്ടുപിടിക്കേണ്ടി വരുന്നതിലും നല്ലത് ശരിക്കും നല്ല ഒരാൾ ഇത്രയും സ്റ്റേൺ ആയിട്ട് നിങ്ങൾക്ക് ജീവിതം തിരികെ പിടിക്കാന്ന് പറയുന്ന ഒരാളെ കൂടെ പോകുമ്പോൾ അത്രയും ഒരു സേഫ്റ്റി. ഇതിപ്പം ഞാൻ ഫോളോ ചെയ്യാൻ തുടങ്ങിയിട്ട് ഞാൻ ഫസ്റ്റ് പരീക്ഷിച്ച് നോക്കിയത് അർജുനപത്ത് മന്ത്രമാണ്. അർജുനപത്ത് മന്ത്രം എനിക്കും ടെൻഷനായിരുന്നു, എൻ്റെ ഹസ്ബൻഡിനും ടെൻഷനായിരുന്നു. അപ്പം നമ്മൾ 2 ആളും അർജുനപത്ത് മന്ത്രം ചൊല്ലിയപ്പം തന്നെ ഒരുപാട് വ്യത്യാസം എന്ന് പറഞ്ഞാൽ അനാവശ്യമായിട്ട് ഇങ്ങനെ കാട് കയറി ചിന്തിക്കുക, ഒരേ കാര്യം തന്നെ ചിന്തിക്കുക, അങ്ങനത്തെ ഒരു പ്രശ്നവും ഇല്ല. പിന്നെ അങ്ങോട്ടേക്ക് വേണ്ടാണ്ട് ഓരോ കാര്യം ആലോചിക്കുക. അപ്പം ടെൻഷൻ എന്ന് പറഞ്ഞാൽ അങ്ങനെ ഒരുപാട് ചിന്തിക്കേണ്ടി വരുന്നില്ല. അത് ഈ മന്ത്രത്തിൻ്റെ ശക്തിയായിട്ട് തന്നെ കാണേണ്ടി വരും. അല്ലാണ്ട് മുന്നേ അങ്ങനെ അല്ലായിരുന്നു. മുന്നേ വെറുതെ ആവശ്യമില്ലാണ്ട് ചിന്തകളായിരുന്നു. അർജുനപത്ത് ചൊല്ലിയപ്പം ചിന്തകൾ വരുന്നില്ല, ചിന്തിക്കും, ആ ഒരു ടൈം കഴിഞ്ഞാൽ അത് പോകും. അങ്ങനെ ഓവർ തിങ്കിങ് ആയിട്ട് കാട് കയറി ചിന്തിക്കേണ്ട വരുന്നില്ല. അപ്പം അങ്ങനെ സാറ് ഒരുപാട് കാര്യങ്ങളാണ് പരീക്ഷിച്ചിട്ട് മനസ്സിലാക്കാൻ പറയുന്നത്. അങ്ങനെ ഒരുപാട് വഴികൾ അദ്ദേഹം എത്രയോ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പം ഞാനും അത് പരീക്ഷിച്ച് നോക്കി. അങ്ങനെയാണ് പിന്നെ ഞാൻ എൻ്റെ പരിചയത്തിലുള്ള 1-2 ആളോട് പറഞ്ഞ് അവർക്കും നല്ല റിസൾട്ടാണ്. അപ്പം ഇപ്പോഴും ഞാൻ പറയുന്നുണ്ട്, പക്ഷെങ്കിൽ അധികം ആളും പറയുന്നത് വെച്ചാൽ അവർ
നീ എന്തിനാ ഇങ്ങനെ വിശ്വസിക്കാൻ പോകുന്നു? ഈ ഒരു വിവരവും വിദ്യാഭ്യാസമുള്ള ആൾ എന്തിനു വിശ്വസിക്കണം? പക്ഷേങ്കിൽ അങ്ങനെയല്ല. വിവരവും വിദ്യാഭ്യാസവും നമ്മൾ ശാസ്ത്രം, എത്രയോ കൊല്ലം പഴക്കമുള്ള ശാസ്ത്രം, ഇത്രയോ ആൾക്കാർ ഫോളോ ചെയ്ത ശാസ്ത്രത്തിൽ സത്യമില്ലാഞ്ഞിട്ടല്ലല്ലോ. ഈ സത്യം എപ്പോഴോ വഴി മാറി പോയത്. ഈ സത്യം ആരെടുക്കുന്നോ മാറി മാറി ഇങ്ങോട്ടേക്ക് പകർന്നു കൊടുക്കുമ്പോൾ പാത്രത്തിൽ നിന്ന് ഇങ്ങനെ കുറഞ്ഞു വന്ന് അവസാനത്തെ പാത്രത്തിൽ ഒന്നും ഇല്ല എന്ന് പറഞ്ഞ പോലെ നമ്മളെ ആ ഒരു ജനറേഷൻ എത്തുമ്പോഴത്തേക്ക് പാത്രത്തിൽ ഒന്നും ഇല്ലാണ്ടായി എന്നാണ് സത്യാവസ്ഥ. അപ്പം എന്തായാലും നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം ചെയ്യുന്നത് നമ്മൾ റിസൾട്ടിന് വേണ്ടിയിട്ടാണല്ലോ ചെയ്യുന്നത്. നമ്മളിപ്പോൾ എന്ത് കാര്യമാണെങ്കിലും റിസൾട്ടിന് വേണ്ടിയിട്ടാണ് ചെയ്യുന്നത്. സാറിൻ്റെ വഴിയിൽ റിസൾട്ട് ഉണ്ട്. റിസൾട്ട് നമുക്ക് ഉറപ്പായിട്ടും ഉണ്ട്. സാറ് പറയുന്ന കാര്യങ്ങൾ കൃത്യമായിട്ട് ഫോളോ ചെയ്താൽ അതിൻ്റെ റിസൾട്ട് ഉണ്ട്. അപ്പം ഇതെല്ലാം എനിക്ക് പറയാനുള്ളത്. പിന്നെ ഇന്നും വേറെ ആൾക്കാരെ വാക്ക് വിശ്വസിച്ചിട്ടും ഈ 1ഉം 2ഉം കമൻ്റ് ഇടുന്ന ആൾക്കാരെ വിശ്വസിച്ചിട്ട് തിരിഞ്ഞു പോകാനാണ് പ്രിയപ്പെട്ട പ്രേക്ഷകർ സാറിനെ വിശ്വസിക്കണോ വേണ്ടിയോ എന്നറിയാണ്ട് ഇപ്പം പകച്ചു നിൽക്കുക ചെയ്യുന്നുണ്ടെങ്കിൽ അത്രയും ടൈം വേസ്റ്റ് ആവുന്നേ പറയാനുള്ളൂ. എന്താ വെച്ചാൽ അത്രയും ടൈം പോയി കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തിന്റെ നല്ലൊരു നിമിഷമാണ് പോകുന്നത്. ഇപ്പം ഞാൻ ഈ വ്യാഴമാറ്റം ഇപ്പം ഞാൻ അറിഞ്ഞിട്ടില്ലെങ്കിൽ ഈ ഒരു നിമിഷം എനിക്ക് പോകുമായിരുന്നു. സാർ ആ വ്യാഴമാറ്റം പറഞ്ഞുകൊണ്ടാണ് ഞാൻ എൻ്റെ ഒരു ചെറിയൊരു എഫേർട്ട് ഇട്ടത്. അതുകൊണ്ടാണ് എനിക്ക് ഈ ജോലി കിട്ടിയത്. അപ്പം ആ ഒരു സംഭവം ഞാൻ അറിഞ്ഞിട്ടില്ലെങ്കിൽ ഞാൻ ഇതിന് ശ്രമിക്കൂലല്ലോ. അപ്പം എല്ലാത്തിനും അതിൻ്റെതായ സത്യമുണ്ട്. ആ സത്യം ഇതാണ് എന്ന് മനസ്സിലാക്കിയത് സാറിൻ്റെ ചാനൽ ഫോളോ ചെയ്യാൻ തുടങ്ങിയപ്പോൾ തന്നെ. മാത്രമല്ല എത്ര പ്രാക്ടിക്കലായിട്ടാണ് ഓരോന്നും പറയുന്നത്. നിങ്ങളുടെ ജോലി സമയം നമ്മൾ എല്ലാം സാർ ആനുകാലിക പ്രസക്തിയുള്ള കാര്യങ്ങളാണ് പറയുന്നത്. പണ്ട് അങ്ങനെ ചെയ്തുകൊണ്ട് ഇപ്പം അങ്ങനെ ചെയ്യണമെന്നല്ല. ഇപ്പം കാലാനുസൃതമായ മാറ്റം സാറിൻ്റെ ജ്യോതിഷത്തിലും വരുത്തിയിട്ടാണ്. എന്നിട്ടും സ്റ്റിൽ അവർക്ക് റിസൾട്ട് ഉണ്ട്. എന്നിട്ടും സാറിൻ്റെ പൂജയിൽ റിസൾട്ട് ഉണ്ട്. സാറിനെ മന്ത്രം ചൊല്ലുമ്പോൾ അത് ഫലിക്കുന്നുണ്ട്. സാറിന് ഒന്നുമില്ല, മനസമാധാനത്തോടെ കിടന്നുറങ്ങാന്ന് പറഞ്ഞ പോലത്തെ ഒരു സ്ഥിതിയാണ്. അപ്പോൾ എല്ലാവരും ഇങ്ങനെ മടിച്ചു നിൽക്കേണ്ട കാര്യമില്ല. എല്ലാവരും വരണം, എല്ലാവരും ഫോളോ ചെയ്യണം. അറിയുന്നതൊക്കെ പറഞ്ഞു കൊടുക്കണം. അന്നേരമാണ് നമുക്ക് ഇന്നും എന്ന് വെച്ചാൽ നമുക്ക് കിട്ടിയതല്ല. അപ്പം നമ്മളെ അടുത്ത് വെച്ചിരുന്നാൽ അത് വളരൂലല്ലോ. നമ്മളിത് ഷെയർ ചെയ്ത് വളർത്തണം. വെച്ചാൽ എല്ലാവരും റിസൾട്ട് കിട്ടട്ടെ. എല്ലാവരും നല്ലതായി ജീവിക്കാൻ വേണ്ടിയിട്ട് തന്നെയല്ലേ ജീവിക്കുന്നത്. എല്ലാവർക്കും ഉയർച്ച തന്നെയാണ് വേണ്ടത്. അപ്പം ഉയരാനുള്ള ഒരു കുട്ടി ജനിച്ചതിൽ മുതലുള്ള ഇപ്പം എത്ര വരെയാണോ ജീവിക്കുന്നത് അത്ര വരെയുള്ള കാര്യങ്ങൾ നമുക്ക് ജ്യോതിഷത്തിലുണ്ട്. അതായത് പഠിക്കുന്ന സമയത്ത് ധരിക്കേണ്ട ഏലസ്, അത് കഴിഞ്ഞാൽ ഫസ്റ്റ് ശിശുക്കളായി ഉള്ളപ്പം ധരിക്കുന്ന ഏലസ്, ഇപ്പം അത് കഴിഞ്ഞാൽ പഠിപ്പിൻ്റെ സമയം, അത് കഴിഞ്ഞാൽ ജോലി, അത് കഴിഞ്ഞാൽ അവിടുന്ന് ഉയർച്ച, എല്ലാം നമുക്ക് ജ്യോതിഷത്തിന്റെ വഴിയിലൂടെ പോയാൽ കൃത്യമായി അതാത് വയസ്സിൽ അതാത് അച്ചീവ്മെന്റിൽ നമുക്ക് എത്താൻ പറ്റും. അതാണ് ഒരു എല്ലാവരെയും ജീവിത ലക്ഷ്യം. അതിന് ഇനി എല്ലാവരും ജീവിക്കണം, ഒരു അസുഖം ഇല്ലാണ്ട് മനസമാധാനത്തോടെ ജീവിക്കണം. അതിന് എല്ലാത്തിനും വേണ്ട പരിഹാരം സാറിൻ്റെ അടുത്തുണ്ട്. ഒന്ന് നല്ല ക്ഷമയോടെയും ഭക്തിയോടെയും പ്രാർത്ഥനയോടെയും ഫോളോ ചെയ്താൽ മാത്രം മതി. അപ്പോൾ അതാണ് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ എനിക്ക് നല്ലതേ വന്നിട്ടുള്ളൂ. ഞാൻ പറഞ്ഞു കൊടുത്ത ആൾക്ക് നല്ലതേ വന്നിട്ടുള്ളൂ. അത് ഞാൻ അദ്ദേഹത്തിന് ഇതുവരെ ഞാനൊന്ന് സംസാരിച്ചിട്ട് പോലും ഇല്ല. യൂട്യൂബിലത്തെ ബന്ധം മാത്രമേ എനിക്കുള്ളൂ. ഞാൻ എൻ്റെ വീട്ടിൽ കൺസൾട്ടേഷൻ എടുത്തിട്ടുണ്ട്. എന്താ വെച്ചാൽ സാറ് പറയലുണ്ട് എല്ലാവർക്കും അതിൻ്റെതായ വയസ്സിലത്തെ ഉയർച്ച വേണം. 60 നടക്കേണ്ടത് 60 നടക്കാൻ പറ്റും, 20 നടക്കേണ്ടത് 60 നടന്നിട്ട് കാര്യമില്ല, അങ്ങനെ സാറ് പറയലുണ്ട്. അപ്പോൾ വെച്ചാൽ എൻ്റെ അച്ഛന് പറ്റാത്തത് എൻ്റെ ഏട്ടന് പറ്റണം എന്നുള്ള രീതിയിൽ ഞാനാണ് സാറിൻ്റെ ചാനൽ കണ്ടപ്പോൾ വീട്ടിൽ പറഞ്ഞു കൊടുത്തത്. എന്നിട്ട് ഏട്ടന് വേണ്ടി കൺസൾട്ടേഷൻ എടുപ്പിച്ച ഞാനാണ്. അപ്പം അതിൻ്റെതായ മാറ്റങ്ങൾ ഏട്ടനും ഉണ്ട്. ഏട്ടനും ജോലിയിൽ പ്രൊമോഷൻ എല്ലാം ഉണ്ട്. അവിടെയും നല്ലത് മാത്രമേ വന്നിട്ടുള്ളൂ. അപ്പോൾ ഇനി എന്തായാലും ഞാനിനി തിരിഞ്ഞു നോക്കുന്നില്ല. ഇനിയിപ്പോൾ നാട്ടിലെത്തിയാലേ സാറിനെ നേരിട്ട് പോയി കാണാനാണ് ഞാൻ നിൽക്കുന്നത്. അതിനുള്ള ഭാഗ്യം, സാറിൻ്റെ അടുത്ത് പൂജ ചെയ്യാനുള്ള ഭാഗ്യവും സാറിൻ്റെ വഴിയെ ഇനിയും തുടർന്ന് നടക്കാനുള്ള ഭാഗ്യവും ഈശ്വരൻ തരട്ടെ എന്ന് വിശ്വസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. സാറിന്
ഒരു ഒരു കോടി പ്രണാമം. നന്ദി, നമസ്കാരം.